വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്കിൻ്റെ പേരെന്താണ്? ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും. ജോഗ്രഫി ഭാഗത്തു നിന്നും പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവാതിരിക്കില്ല അല്ലേ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണ്, ഉപകാരപ്രദമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സും അതുപോലെ തന്നെ പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ SCRT പാഠഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കര അതിർത്തി എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ കര അതിർത്തി എത്ര കിലോമീറ്റർ ആണ്? നമുക്ക് പി എസ് സി പരീക്ഷകളിൽ എപ്പോഴും റൗണ്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് അല്ലേ. 15,200 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 7,516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 7,516.6 കിലോമീറ്റർ. നെക്സ്റ്റ്, ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീര ദൈർഘ്യം എത്രയാണ്? ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീര ദൈർഘ്യം എത്രയാണ്? 6,100 കിലോമീറ്റർ. ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീര ദൈർഘ്യം എത്രയാണ്? 6,100 കിലോമീറ്റർ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 7 രാജ്യങ്ങൾ. 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. എത്ര രാജ്യങ്ങളായിട്ടാണ്? 7 രാജ്യങ്ങൾ. വടക്ക് പടിഞ്ഞാറ്, ഇനി 7 രാജ്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. വടക്ക് പടിഞ്ഞാറായിട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്ക് പടിഞ്ഞാറായിട്ട് ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 രാജ്യങ്ങളാണെന്ന് പറഞ്ഞു. ഇനി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏതൊക്കെ രാജ്യങ്ങളാണ്? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ് അല്ലേ. വടക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്താരാണ്? ഇന്ത്യയുടെ വടക്ക് ഭാഗത്താരാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഏതാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബംഗ്ലാദേശും മ്യാൻമാറുമാണ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ പങ്കിടുന്നത്. ആരൊക്കെയാണ്? ബംഗ്ലാദേശും മ്യാൻമാറുമാണ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയുമായി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബംഗ്ലാദേശും മ്യാൻമാറും. ഇനി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 2 രാജ്യങ്ങളാണ് സമുദ്ര അതിർത്തി പങ്കിടുന്നത് അല്ലേ. സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലദ്വീപ്. സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലദ്വീപ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. കര അതിർത്തി പങ്കിടുന്നതാണ് കേട്ടോ 7 രാജ്യങ്ങൾ. 2 രാജ്യങ്ങൾ സമുദ്ര അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ 9 രാജ്യങ്ങളാണ് ടോട്ടലായിട്ട് അതിർത്തി പങ്കിടുന്നത്. അങ്ങനെയും പഠിച്ചു വയ്ക്കുക. 7 രാജ്യങ്ങളാണ് കര അതിർത്തി പങ്കിടുന്നത്. 2 രാജ്യങ്ങളാണ് സമുദ്ര അതിർത്തി പങ്കിടുന്നത്. ഇനി ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് പറഞ്ഞു? വടക്ക് പടിഞ്ഞാറായിട്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. വടക്ക് പടിഞ്ഞാറായിട്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യങ്ങളാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട്. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ ആരൊക്കെയാണ്? ബംഗ്ലാദേശും മ്യാൻമാറുമാണ് അല്ലേ. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ ബംഗ്ലാദേശും മ്യാൻമാറുമാണ്. ഇനി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? 2 രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ശ്രീലങ്കയും മാലദ്വീപുമാണ് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലദ്വീപും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2018 ഇന്ത്യ ഏത് രാജ്യവുമായാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഒപ്പുവെച്ചത്? 2018 കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. 2018 ഇന്ത്യ ഏത് രാജ്യവുമായാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഒപ്പുവെച്ചത്? ഏത് രാജ്യവുമായിട്ടാണ്? മ്യാൻമറുമായിട്ടാണ് അല്ലേ. മ്യാൻമറുമായിട്ടാണ് 2018 ഇന്ത്യ ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഒപ്പുവെച്ചത്. ഏത് രാജ്യവുമായിട്ടാണ്? മ്യാൻമറുമായിട്ടാണ്. നെക്സ്റ്റ്, ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാനാണല്ലോ അല്ലേ. ഭൂട്ടാനാണ് ഇന്ത്യയുടെ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ഇനി ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. കര അതിർത്തിയിൽ നിന്ന് എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂട്ടാനാണ് ഏറ്റവും ചെറിയ രാജ്യം. ഇനി ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്?
ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. 4096.7 കിലോമീറ്റർ ആണ് കേട്ടോ. പക്ഷെ അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ബംഗ്ലാദേശ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഇനി ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ്? ചൈനയാണ്. ഏറ്റവും വലിയ രാജ്യം ഏതാണ് നമ്മൾ പറഞ്ഞത്? ബംഗ്ലാദേശാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന ആദ്യത്തെ രാജ്യം, ഏറ്റവും വലിയ രാജ്യം പറഞ്ഞു. രണ്ടാമത്തെ രാജ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ചൈനയാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ 3 വശവും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? രാജ്യത്തിൻ്റെ 3 വശവും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവയൊക്കെ എന്താണ്? രാജ്യത്തിൻ്റെ 3 വശവും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവ രാജ്യത്തിൻ്റെ 3 വശവും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് പർവ്വതത്തിലാണ് ഇന്ത്യ, ചൈന, മ്യാൻമാർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്നത്? ഏത് പർവ്വതത്തിലാണ് ഇന്ത്യ, ചൈന, മ്യാൻമാർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്നത്? ഏത് രാജ്യങ്ങളിലാണ്? ഹക്ക ബറാസി. നെക്സ്റ്റ്, അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രയൊക്കെയാണ്? 16 സംസ്ഥാനങ്ങളാണ് അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതായത് 16 സംസ്ഥാനങ്ങളാണ് അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് നമുക്ക് ചോദിക്കാല്ലേ? ഇല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാല്ലേ? അപ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവയുമായിട്ടാണ്. ഇനി അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 2 എണ്ണാണുള്ളത് കേട്ടോ. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 2 എണ്ണാണുള്ളത്. ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. കൂടാതെ ഡൽഹിയുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് 8 സംസ്ഥാനങ്ങളുമായും ഡൽഹിയുമായും അതിർത്തി പങ്കിടുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായി കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? സിക്കിം പങ്കിടുന്നത് പശ്ചിമ ബംഗാളുമായിട്ട് മാത്രമാണ് സിക്കിം പങ്കിടുന്നത് കേട്ടോ. സിക്കിം പശ്ചിമ ബംഗാളുമായിട്ട് മാത്രമാണ്. ഇനി മേഘാലയ അസം സംസ്ഥാനവുമായിട്ട് മാത്രമാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്താണ് ക്വസ്റ്റ്യൻ ആയിരുന്നത്? ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 2 എണ്ണമാണ്, സിക്കിം, മേഘാലയം. സിക്കിം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. മേഘാലയ അസം സംസ്ഥാനവുമായി മാത്രമാണ് പങ്കിടുന്നത്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം.
നെക്സ്റ്റ്, അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുതേതാണ്? അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇനി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമും ഏറ്റവും വലുതേതാണ്? രാജസ്ഥാനുമാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലുത് രാജസ്ഥാനും ഏറ്റവും ചെറുത് സിക്കിമുമാണ്. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഇനി ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കുറവ് ദൂരം രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ചോദിക്കാറുണ്ട് അല്ലേ. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. ബംഗ്ലാദേശിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമുക്ക് മാപ്പ് എടുത്താൽ കറക്റ്റ് കാണാവുന്ന കാര്യമാണ് അല്ലേ. ത്രിപുരയാണ്. ബംഗ്ലാദേശിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. ഈ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് രേഖകളാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ഒരു കരാതിർത്തിയും അതുപോലെ തന്നെ അതിർത്തിയും ഈ ലൈൻസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? റെഡ് ക്ലിഫ് ലൈൻ ആണ് അല്ലേ. റെഡ് ക്ലിഫ് ലൈൻ ആണ്. നമ്മൾ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതുപോലെ തന്നെ കഴിഞ്ഞ LDC ലാസ്റ്റ് ഗ്രേഡിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? റെഡ് ക്ലിഫ് ലൈൻ ആണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ നിർണ്ണയിച്ചത് ആരായിരുന്നു? സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ നിർണ്ണയിച്ചത്. അതിനാലാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് റെഡ് ക്ലിഫ് ലൈൻ എന്ന പേര് വന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി രേഖയാണ് റെഡ് ക്ലിഫ് ലൈൻ. ഇന്ത്യ ചൈന അതിർത്തി രേഖയുടെ പേരെന്താണ്? ഇന്ത്യ ചൈന അതിർത്തി രേഖയുടെ പേരെന്താണ്? മക്മോഹൻ ലൈൻ അല്ലേ. മക്മോഹൻ ലൈനാണ്. ഇന്ത്യ ചൈന അതിർത്തി രേഖയുടെ പേരെന്താണ്? മക്മോഹൻ ലൈൻ. പാക് കടലിടുക്ക്, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവ ഇന്ത്യയെ ഏത് രാജ്യത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത്? ഏതൊക്കെയാണ്? ശ്രീലങ്കയാണ് അല്ലേ. ശ്രീലങ്ക എന്ന് പറയുന്നതിന് ഏതൊക്കെയാണ് വേർതിരിക്കുന്നത്? പാക് കടലിടുക്ക്, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവയാണ് അല്ലേ. ഗൾഫ് ഓഫ് മാന്നാർ, പാക് കടലിടുക്ക് എന്നിവ ഇന്ത്യയെ ഏത് രാജ്യത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത്? പാക് കടലിടുക്ക്, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവ ഇന്ത്യയെ ഏത് രാജ്യത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത്? ഏത് രാജ്യത്തിൽ നിന്നാണ്? ശ്രീലങ്കയിൽ നിന്നാണ്. പാക് കടലിടുക്ക്, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവ ഇന്ത്യയെ ഏത് രാജ്യത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത്? ശ്രീലങ്കയാണ്. ഇന്ത്യയെ മാലിദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത് ഏത് ഡിഗ്രി ചാനലാണ്? ഇന്ത്യയെ മാലിദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യയെ മാലിദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത്. ഏതാണ്? 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യയെ മാലിദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത്. ഇനി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? ഡ്യൂറൻഡ് ലൈനാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറൻഡ് ലൈൻ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? റെഡ് ക്ലിഫ് ലൈനാണെന്ന് പറഞ്ഞു. ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്നത് മക്മോഹൻ ലൈനാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വേർതിരിക്കുന്ന ഏതാണ്? ഡ്യൂറൻഡ് ലൈനാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? മാലിദ്വീപിനെ വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ നമ്മൾ പറഞ്ഞത്? പാക് കടലിടുക്ക്, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവ ഏത് രാജ്യത്തിൽ നിന്നാണ്? ശ്രീലങ്കയുമായിട്ടാണ് വേർതിരിക്കുന്നതെന്നും പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ചൈനയാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. കരാതിർത്തികളും അതുപോലെ തന്നെ ലൈൻസ് രേഖകളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.